सिद्धिर्भवतु मे देवी तत्प्रसादान्महेश्वरी अनेन देवी माहात्म्ये पारायणेन भगवती सर्वात्मिका श्री चंडिका तृप्यतु अनेन देवी माहात्म्ये पारायणेन भगवती सर्वात्मिका श्री चंडिका तृप्यतु। ओम ऐं क्लीं क्लीं चामुण्डायै विच्छे नमः। ओम ऐं रस्येव जरासनस्य ददति मध्ये ललाटं प्रभा शौक्लीं कान्तिमनुष्णगौरिमश्शिरस्यादन्वती सर्वतः एषा सौ त्रिपुराहृदिद्युतिमुष्णं शोषदाः स्थिता छिन्द्याद्वः सहसापदेस्तुविदघं ज्योतिर्मयी वाङ्मयी। ओम बिन्दुत्रिकोण वसुकोण दशारयुग्मम् अन्वश्रनागदल संयुत षोडशारं वृत्तत्रयं च धरणी सदनत्रयं च श्रीचक्रमेदमुदितं वरदेवताय चतुर्भिः श्रीकण्ठे शिवयुवतिभिः पञ्चभिरभिः प्रभिन्नाभिः शम्भो नवभिरविमूलप्रकृतिभिः चतुश्चत्वारिंशत् वसुदलकलाश्वत्रिवलयत्रिरेखाभिः सार्धं तव शरणकोणाः परिणता मातं मे मधुकैटभग्निमहिषप्राणावहारोद्यमे हेलान्वितधूम्रलोचनमधे हे चण्डिके नमस्ते नमस्ते। ദേവിയാണ് നമ്മുടെ ചൈതന്യം. ഇവിടെ നമുക്കറിയാം, നമ്മുടെ ഭഗവാൻ കൃഷ്ണനോടൊപ്പം തന്നെ ദേവിയുടെ കാളി രൂപത്തിലുള്ള ദേവിയുടെ സാന്നിധ്യവും ഇവിടെ ഉണ്ട്. അപ്പോഴിങ്ങനെയുള്ള ഒരു മുഹൂർത്തം ഒരർത്ഥത്തിൽ നമുക്ക് ആദ്യമായിട്ടാണ് ലഭിക്കുന്നത്. സ്വാംശീകരിച്ച ശക്തി സ്രോതസ്സാണ് സാക്ഷാൽ ഭഗവതി അല്ലെങ്കിൽ ശക്തി. ഇന്ന് ഇത്തരത്തിലുള്ള ഒരു പാരായണത്തിന്റെ പ്രസക്തി എന്ത് എന്ന ചോദ്യം സ്വാഭാവികമായും എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാകാം. അതിന് ഒറ്റ ഉത്തരം മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഒന്ന്, ജീവിതത്തിൽ അവിചാരിതമായി ഉണ്ടാകുന്ന പ്രതിസന്ധികളെ നാം ഏത് നിലയ്ക്കാണ് അതിന് പരിഹാരം കാണുന്നത്, അതിനെ നാം സ്വാംശീകരിച്ച ശക്തി സ്രോതസ്സാണ് സാക്ഷാൽ ഭഗവതി അല്ലെങ്കിൽ ശക്തി. ഇന്ന് ഇത്തരത്തിലുള്ള ഒരു പാരായണത്തിന്റെ പ്രസക്തി എന്ത് എന്ന ചോദ്യം സ്വാഭാവികമായും എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാകാം. അതിന് ഒറ്റ ഉത്തരം മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഒന്ന്, ജീവിതത്തിൽ അവിചാരിതമായി ഉണ്ടാകുന്ന പ്രതിസന്ധികളെ നാം ഏത് നിലയ്ക്കാണ് അതിന് പരിഹാരം കാണുന്നത്, അതിനെ നാം